CPIM BJP ഡീൽ ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കുകയാണ്. ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലെന്നും അത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികതയ്ക്ക് CPIM നേതൃത്വം നൽകുന്നുവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77? ആർക്കാ അറിയാൻ പാടില്ലാത്തത്? കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പല സീറ്റുകളിലും BJPക്ക് ഏറ്റവും ശക്തിയുള്ള സീറ്റുകളിൽ പോലും അവർ നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താതെ CPMന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയിരുന്നു. ഇത് പാർട്ടി അണികൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. CPMഉം BJPയും രണ്ടുപേരും അവരുടെ അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡീല് നടത്തുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഈ ഡീലാരോപണം അത് പാലക്കാട് നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഒരിക്കൽ കൂടി ശക്തമായി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ആകട്ടെ തിരിച്ച് പറയുന്നു ഈ ഡീല് പ്രതിപക്ഷം, അതായത് കോൺഗ്രസും BJPയും തമ്മിലാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഈ മറുപടിയും ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം, ഇതൊക്കെ ഉൾപ്പെടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഡീലാരോപണം തൊടുത്തുവിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം പാലക്കാട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഡീലാരോപണം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് CPM അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കടുത്ത ഭാഷയിൽ വിമർശനം, ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. മറ്റു വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം, തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പോകുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ VD സതീശൻ നേർക്കുനേരുള്ള വാക്പോരടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി ഇന്നും വളരെ വിശദമായി തന്നെ ഡീലാരോപണത്തിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് മറുപടി വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് നാളെ ധർമ്മട മണ്ഡലത്തെക്കുറിച്ചും ഇങ്ങനെ പറയുമോ, മുസ്ലിം നാമധാരി ആയതാണോ പാലക്കാട്ടെ ഡീൽ എന്നുള്ള കാര്യം ചോദിക്കുന്നു. നേരത്തെ എങ്ങനെയാണ് BJP ജയിച്ചത് എന്നുള്ളതും തൊട്ടടുത്ത മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് ജയിക്കണമായിരുന്നു, അതല്ലേ കണ്ടത്, ആരാണ് സഖ്യം ഉണ്ടാക്കിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചു. കൂടാതെ RSSുമായി പണ്ടേ കൂട്ടുകൂടിയവരാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി, നാണവും ഉളുപ്പുമില്ലാത്ത പാർട്ടിയാണ്. EMSനെ തോൽപ്പിക്കാൻ RSS കാര്യവാഹക് പറന്നെത്തി. കോലീബി സഖ്യം എന്നുള്ള കാര്യം ഇന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. കോലീബി സഖ്യം വടകരയിലും ബേപ്പൂരിലും ഉണ്ടായി. മാത്രവുമല്ല ഇതൊക്കെ നാടിന്റെ വൃത്തികെട്ട ചരിത്രമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടിയായി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഡീലാരോപണം സജീവ ചർച്ചയാക്കി നിർത്തുകയാണ്. കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മറ്റു ചില മണ്ഡലങ്ങളിലേക്ക് കൂടി ഡീൽ ആരോപണം വ്യാപിച്ചിട്ടുമുണ്ട്. ഇന്ന് VD സതീശൻ പറഞ്ഞത് ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലാണ്, ഡീൽ നടത്തിയ സീറ്റിൽ സഖ്യകക്ഷികൾക്ക് സീറ്റ് കൊടുത്തു, 10 സീറ്റിൽ ധാരണയായി. മുൻപ് പറഞ്ഞത് കൂടാതെ റാന്നി, കൊടുങ്ങല്ലൂർ, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തുറ ഇവിടെയൊക്കെ ഡീലുണ്ടെന്നും ഒരു ഡീലും ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഡീലാരോപണം ചർച്ചയാകും. BJP ആകട്ടെ ഡീലാരോപണം കൂടുതൽ ചർച്ചയാകണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു മൗനവും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രവിത ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.